രാവിലെ തന്നെ നമ്മുടെ ഇവിടുത്തെ അമ്പലനാണെങ്കിൽ വിളിച്ചത് കേട്ടിട്ടാണ് ഞാൻ എഴുതി. എറണാകുളത്തുനിന്ന് കെട്ടി വരുന്നുണ്ടെന്ന് 3 ദിവസത്തെ ലീവിന്. അപ്പൊ പുള്ളിനെ വിളിക്കാനായിട്ടൊന്ന് ചെല്ലണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഇങ്ങോട്ട് അങ്ങനെ എപ്പോഴും ബസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉറപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ പോയി വിളിച്ചു. ഏതാ ജോസഫിന്റെ അടുത്ത വർഷത്തിന്റെ പറ്റി പുള്ളിനെ വിളിച്ചോണ്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴാണെങ്കിൽ അനിയനാണെങ്കിൽ എന്താണ്ടോ ആണിയൊക്കെ അടിക്കുന്നുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചപ്പോഴാണ് അച്ഛൻ പറയുന്നത് വിളക്കത്തിക്കുന്ന മുറിയിൽ മരിച്ചവരുടെ ഫോട്ടോ വെക്കൽ. വിളക്കത്തിക്കാനായിട്ട് പ്രത്യേകിച്ച് റൂമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ റൂമിൽ തന്നെ ആയിരുന്നു അവരുടെ ഫോട്ടോ വരുന്നത്. ഫേസ്ബുക്കിലോ മറ്റോ കണ്ടാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് മാറ്റി ഡൈനിങ് ഹാളിലേക്ക് ആക്കാന്ന് വിചാരിച്ചു. അവർക്ക് മുന്നാണെങ്കിൽ ഇന്നലെ രാത്രി കൊണ്ടുവന്ന അവിയലും മോരൊക്കെ ഉണ്ട്. ഓൾറെഡി ഉണ്ടായിരുന്ന കറിയുടെ ഒക്കെ കൂടെ അതും കൂടെ ഒക്കെ ഒന്ന് ചൂടാക്കി എടുത്തു. എല്ലാം കൂടെ ആയി വന്നപ്പോഴത്തേന് ഏകദേശം ഇത്രയും കറി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ മിക്ക ദിവസം ഇങ്ങനെയാണ്. വയറ് മോരെ, മീന്, കടുമാങ്ങ, മുട്ട ഇതൊക്കെ മിക്ക ദിവസം കാണും. പിന്നെ ഇന്ന് അതിന്റെ കൂടെ കുറച്ച് അവിയലുണ്ടായി. അമ്മേനെ സമ്മതിച്ചാൽ പറ്റും. എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഒന്ന് ഇതൊക്കെ ഉണ്ടാവും. വൈകിട്ട് കളിക്കാനായിട്ടൊക്കെ ടൈം ആയപ്പോഴത്തേന് നല്ല അടിപൊളി കാറ്റൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഫുട്ബോൾ കളിക്കുമ്പോഴും നമ്മുടെ ഈ ഷെയറിനാണെങ്കിൽ നാടൻ പത്താണ്. എങ്ങനെ അടിക്കണമെന്നോ ഇങ്ങോട്ട് അടിക്കണമെന്നൊന്നും വരുന്ന രീതിയിൽ ഒറ്റ അടി കാലെ കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. അതിന്റേതായ യാതൊരു അഹങ്കാരം നമ്മുടെ ഗ്രൗണ്ടിലോട്ട് വന്നപ്പോഴത്തേന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അതൊക്കെ പിള്ളേരാണെങ്കിൽ കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അമ്മമാരെ ഈ ഒരു കളി കഴിയുന്ന വരെ നമ്മളാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ചുമ്മാ കിടക്കുന്ന തന്നെ നല്ല പ്രത്യേക വൈബ്. അമ്മമാരി കളിക്കുന്നതൊക്കെ കണ്ട് നല്ല വ്യൂ ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ കിടക്കും. ഇനി അതൊക്കെ കിടക്കേണ്ട ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സെറ്റ്. മഴയും കൂടെ തുടങ്ങിയപ്പോഴേ എലിമാളത്തിൽ കയറുന്ന പോലെ നമ്മുടെ പിള്ളേരാണെങ്കിൽ ഇതിന്റെ അടി വന്ന് മഴ കഴിഞ്ഞിട്ട് തെളിഞ്ഞ ആ ഒരു ആകാശം കാണാൻ ഒരു പ്രത്യേക രസം തന്നെ ആയിരുന്നു. പക്ക ഒരു ഗോൾഡൻ അവർ വൈബ്. ഈ ക്യാമറയിൽ എത്രയ്ക്ക് വിസിബിൾ ആണോ എന്ന് അറിയത്തില്ല. പക്ഷെ നേക്കഡ് ഐസ് കൊണ്ട് കാണുമ്പോഴാണെങ്കിൽ നല്ലൊരു പ്രത്യേക വൈബ് ഉണ്ടായിരുന്നു. ഒരു നല്ല രസമുള്ള ഒരു ഗോൾഡൻ ടീം. വൈകിട്ട് അശ്വിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവന്റെ അമ്മയാണെങ്കിൽ നമുക്ക് ചിക്കൻ കറിയൊക്കെ തന്നെ ഇട്ടു. അവന്റെ അമ്മയ്ക്കാണെങ്കിൽ അവനെ പോലെ തന്നെയാണ് ഞാൻ. അതുകൊണ്ട് വീട്ടിൽ വന്ന് എന്റെ അമ്മേനെ കൊണ്ട് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി അതും കൂടി ഇന്നലെ രാത്രിയാണ് നമ്മുടെ ഇവിടുത്തെ ലാസ്റ്റ് ടൈം. നമ്മുടെ എണ്ണക്കാട് ദേവിമാരുടെ ലാസ്റ്റ് ടൈം പോലെയാണ്. അപ്പൊ പിന്നെ മിസ്സാക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ പിള്ളേരും കൂടി നേരെ കാണാനൊക്കെ ടൈം ചിരാഗ് പകന്നവാര ദോനോ ലോഗോ നോർത്ത് ഇന്ത്യൻ ആത്മീയത. അതേ കൈസ് ഈ വിളക്ക് മേടിച്ചേക്കുന്ന 2 ബംഗാളി. നമ്മളവിടെ പോയാലും പക്ക ഡൗൺ ടു എർത്താണ്. ഈ ചേട്ടന്മാരൊക്കെ കണ്ടില്ല. നടന്ന് ക്ഷീണിച്ചിട്ട് ഒന്നും നോക്കി നേരെ കിട്ടിയിടത്ത് തന്നെ അങ്ങിരുന്നു. ഈ ഇരിക്കുന്നത് വേറെ ആരുമല്ലോ, നമ്മുടെ എണ്ണക്കാട്ടമ്പലത്തിലെ ഭരണാധികാരിയാണ് നമ്മുടെ നാട്ടുകാർ. പറഞ്ഞ സമയത്ത് ഒത്തിരി വൈകിട്ടാണെങ്കിലും എത്ര രാത്രിയാണെങ്കിലും നമ്മളാണെങ്കിൽ അമ്പലത്തിൽ കയറാനായിട്ട് തന്നെ നോക്കിയിരുന്നു. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതാണ് ലാസ്റ്റ് അമ്പലം. ഇതോടുകൂടി എണ്ണക്കാട്ടമ്പലത്തിലെ ഈ വർഷത്തെ പരിപാടി എല്ലാം ഇങ്ങനെ ഈ അമ്പലം കഴിഞ്ഞിട്ട് നേരെ ആണെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് കൊട്ടാരത്തിലെ അരിപ്പറ അകത്ത് എഴുന്നള്ളി. അതോടുകൂടി ഈ വർഷത്തെ പരിപാടിയെല്ലാം തീരും. അതെല്ലാം കാണാനായിട്ട് നിൽക്കണമെന്നുണ്ട്. നമ്മുടെ പിള്ളേർക്ക് ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല. അമ്മമാരൊക്കെ ആണെങ്കിൽ ഇപ്പൊ തൂങ്ങി വീഴുന്നുള്ള കണ്ടീഷൻ. വണ്ടി ഓടിക്കുന്നത് നമ്മുടെ മണിയനാണ്. മണിയന്റെ പുതിയ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഗിയറൊന്നും മര്യാദയ്ക്ക് ഇടാൻ അവനെ ഇഷ്ടമുള്ള വണ്ടി പോലെയാണ് ഇവനോടൊന്നും മര്യാദയ്ക്ക് പിടിക്കൂല. ഓക്കെ ബൈ, ബാക്കി നാളെ.